ഏവർക്കും നമസ്തേ. പ്രിയമുള്ളവരെ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നതും കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ മാലാഖമാരെ പറ്റിയുള്ള ബുക്ക്. എനിക്ക് തോന്നുന്നു ആ ഒരു ബുക്കിനെ പറ്റി അത്ര ഡീറ്റെയിൽഡായിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇതുവരെയും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. നിലവിലെ ഈ ബുക്ക് ഇംഗ്ലീഷിലാണ് പബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. മലയാളത്തിൻ്റെ ട്രാൻസ്ലേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ വൺസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഐ വിൽ ലെറ്റ് യു നോ ആൻഡ് ദെൻ യു വിൽ ബി ഏബിൾ ടു ബൈ ദ മലയാളം ബുക്ക്. ബുക്കിൻ്റെ പേര് ഹെവൻലി സീക്രട്സ്, മദർ മേരി ആൻഡ് ദ 7 ആർക്കേഞ്ചൽസ് അൺവെയിൽഡ് ബൈ തെരേസ, ഡോക്ടർ ടി ടി വർഗീസ് PhD, സൈക്കിക് മീഡിയം തെരേസ. അപ്പോൾ ഞാൻ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2025 ജൂലൈ മാസം. അതിൻ്റെ സെക്കൻഡ് എഡീഷനായിരുന്നു. ഫസ്റ്റ് എഡീഷൻ എനിക്കൊന്ന് 2025 അല്ല 2024 തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കിനെ പറ്റി കുറച്ചൊന്ന് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ബുക്ക് 7 പ്രധാന ദൂതന്മാരെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം മാലാഖമാർ ആരാണ് എന്നുള്ളത്. അപ്പം മാലാഖമാർ ആരാണ്, എന്താണ് എന്നുള്ളതിനെ പറ്റി ഞാൻ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാം. പരിശുദ്ധ മാതാവും മാലാഖമാരും ഒക്കെ പ്രത്യക്ഷപ്പെട്ട വീടായിരുന്നു ഞാൻ താമസിച്ച ലിത്വേനിയയിലെ വീട്. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവിടെ നിന്ന് PR ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആ വീട് വാങ്ങിക്കണം. ആ വീട് വാങ്ങിച്ചിട്ട് അതൊന്ന് കാര്യം അത് ഭയങ്കര പഴയ വീടാണ്. ആ വീടൊന്ന് വാങ്ങിക്കുക, അത് റെനോവേഷൻ ചെയ്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഫെസിലിറ്റി ചെയ്യണമെന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മളുടെ ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ഈശ്വരനറിയാം നമുക്ക് എന്ത് വേണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നും എനിക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട വന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ പോലും ഞാൻ എൻ്റേതായ പ്രാർത്ഥന സ്പേസിൽ പല ദേവതകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആയാലും ഇവിടെ ആയാലും നമ്മുടെ ആ ഒരു സ്പിരിച്വൽ വർക്ക്, ആ ഒരു ഡിവൈൻ ജേണി എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു മാലാഖമാരും നമ്മുടെ മാതാവൊക്കെ പ്രത്യക്ഷപ്പെട്ട ആ ഒരു വീട് വാങ്ങിച്ച് റെനോവേഷൻ ചെയ്ത് ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ചെയ്യണമെന്ന്. അതവിടെ ചെയ്യാനായിട്ട് എനിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. പകരം ഇപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഉള്ള എൻ്റെ സ്ഥലത്ത് ദേവതകൾക്ക് വേണ്ടിയൊക്കെ ചെറിയൊരു ഇത് പണിയുന്നുണ്ട്. എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുവാനായിട്ട് സാധിക്കുന്നതാണ്, പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ അകത്ത് ഇറ്റ്സ് എ ഡിവൈൻ ജേർണി വിത്ത് മദർ മേരി ആൻഡ് ആർക്കേഞ്ചൽസ്. ഈ ഒരു ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട 7 ദൂതന്മാരെ പറ്റി നമ്മൾ സംസാരിക്കണം. അപ്പം നമുക്കറിയാം മാലാഖമാർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഹായികളാണ്. ദൈവത്തിൻ്റെ ഡ്യൂട്ടീസ് ഫുൾഫില്ല് ചെയ്യുവാനായിട്ടുള്ള സഹായികളാണ്. മാലാഖമാരെ പറ്റി ബൈബിളിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, മറ്റ് ഗ്രന്ഥങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം മാലാഖമാർ റിയൽ ആണോ അല്ലയോ എന്ന് പോലും തിരിച്ചറിയില്ലാത്ത ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാൽ റിയലാണ്. അവർക്ക് വളരെ വലിയ വെളുത്ത ചിറകുകളുണ്ട്, വളരെ വലിയ എൻറ്റിറ്റീസാണ്, ഡിവൈൻലി പവർഫുൾ എൻറ്റിറ്റീസാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിലെ ആ CCTV വിഷ്വൽ നിങ്ങൾക്ക് കാണാം. ഒരു ഏഞ്ചൽ നമ്മുടെ ആ CCTVയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് 6 സെക്കൻഡോ മറ്റോ മിസ്സിങ് ആണ്. ഒരു ഏഞ്ചൽ ആ വളരെ വലിയ ചിറകുകളും കൊണ്ട് CCTVയുടെ അടുത്തേക്ക് വരുന്ന ആ സമയത്ത് സമയം ഫാസ്റ്റ് ഫോർവേഡായി പോവുക. 6 7 സെക്കൻഡ് മിസ്സിങ് ആണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ അതൊക്കെ ഈ ചാനൽ ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് കാണുക. സോ ആസ് എ ഗ്രാറ്റിറ്റ്യൂഡ് ഞാനതിങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ എം ഫിൽഡ് വിത്ത് ബൗണ്ട്ലെസ് ഗ്രാറ്റിറ്റ്യൂഡ് ആസ് ഐ പ്രസന്റ് ഹെവൻലി സീക്രട്ട്, Mother Mary and the 7 Archangels unveiled by Teresa. This book is a testament to the divine guidance and support that has illuminated my path. First and foremost, I offer my deepest thanks to God, whose infinite wisdom and love have been the cornerstone of my spiritual journey. Your light has guided me through every step, and your grace has been my constant source of strength. To the 7 Archangels. ഇനി ഞാൻ നന്ദി പറയാൻ പോകുന്നത് 7 ആർക്കേഞ്ചൽസിനാണ്. മിഖായൽ, ഗബ്രിയേൽ, റഫായൽ, യൂറിയേൽ, അസ്രയേൽ, റാസിയേൽ ആൻഡ് ജോഫിയേല. ഐ എക്സ്റ്റെൻഡ് മൈ ഹാർട്ട്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം ഈ 7 ആർക്കേഞ്ചൽസ് ആണ്, 9 ആർക്കേഞ്ചൽസ് ആണ്, 15 പേരുണ്ട് ആർക്കേഞ്ചൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധിയായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അല്ലെങ്കിൽ ഇൻഫർമേഷനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു മിസ്ഇൻഫർമേഷൻ എന്നാണ് പറയാൻ പറ്റുക. പക്ഷേ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്ന കാര്യമാണ് 7 പ്രധാനപ്പെട്ട ആർക്കേഞ്ചൽസ് ആണ്. ബാക്കിയുള്ള ഏഞ്ചൽസ് ഉണ്ട്, പവർഫുള്ളാണ്. പക്ഷേ പ്രധാനമായിട്ടുള്ളതും നമുക്ക് 7 ആർക്കേഞ്ചൽസ് ആണ്. ഒന്നും കൂടെ അവരുടെ പേര് പറയാം.
Michael, Gabriel, Raphael, Uriel, Asrael, Raziel, and Jophiel. Well, your divine presence and unwavering support have been my guiding stars. You have blessed with me insight, protection, and healing, and for that I am eternally thankful. നിങ്ങൾക്കറിയാം, അവിടെ ലിത്വേനിയയിൽ താമസിച്ച ആ വീട്ടിൽ എന്തുകൊണ്ടാണ് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് 2023 സെപ്റ്റംബറിലാണ് പ്രത്യക്ഷപ്പെട്ടത്. 2023 ഓഗസ്റ്റ് ലാസ്റ്റിൽ ഞാൻ ഇന്ത്യയിലായിരുന്നു. ആ സമയത്ത് എനിക്കൊരു അപകടമുണ്ടായി. കൈയും കാലും, വലത് കൈയും ഫ്രാക്ചറായി. ആ സമയത്ത് ഞാനിവിടെ കട്ടിലയിൽ ബെഡ് റിഡൺ ആണ്. ഇവിടെ നാട്ടിൽ, കൊച്ചിയിൽ, കേരളത്തിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട് കിടക്കുകയാണ്. അന്നേരം ഭയങ്കര പെയിനാണ്. ഞാൻ അന്നേരം എന്നെ ഹീൽ ചെയ്യണേ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സെയിം നൈറ്റിലാണ് അവിടെ ലിത്വേനിയയിലെ എൻ്റെ വീട്ടിൽ, യൂറോപ്പിലെ വീട്ടിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെടുന്നതും പിന്നെ ഗ്രാജുവലി പെട്ടെന്ന് തന്നെ ക്യൂറായി എനിക്ക് തിരിച്ചു പോകാനും ഒക്കെ പറ്റിയായിരുന്നു. അപ്പം നമ്മൾ ഹീലിങ്ങിന് വേണ്ടി നമ്മളുടെ പ്രാർത്ഥിക്കുന്ന ഇൻറ്റൻഷന് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു വലിയ ബ്ലെസ്സിങ് ഏവർക്കും ലഭിക്കുന്നതാണ്. അത് വളരെ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ യുവർ ഡിവൈൻ പ്രസൻസ് ആൻഡ് അൺവേവറിങ് സപ്പോർട്ട് ഹാവ് ബീൻ മൈ ഗൈഡിങ് സ്റ്റാർ, മൈ സ്പിരിറ്റ് ഗൈഡ്സ്. നമുക്കൊക്കെ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്. സ്പിരിറ്റ് ഗൈഡ്സ് ആരാണ്, എന്താണ് എന്നുള്ളതിനെ പറ്റി ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. യു ഹാവ് വാക്ക്ഡ് beside me with patience and love, whispering wisdom and encouragement. Your presence has been a beacon in time of uncertainty, and your guidance have been a gift beyond measure. പിന്നുള്ളത് എനിക്ക് നന്ദി പറയാനുള്ള എൻ്റെ ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള പ്രിയപ്പെട്ട പിതാവിനാണ്. ടു മൈ ബിലോവ്ഡ് ലേറ്റ് ഫാദർ പി ഡി വർഗീസ്, യുവർ സ്പിരിറ്റ് കണ്ടിന്യൂസ് ടു ഇൻസ്പയർ ആൻഡ് അപ്ലിഫ്റ്റ് മീ. യുവർ ലവ് ആൻഡ് ടീച്ചിങ്സ് ഹാവ് ലെഫ്റ്റ് ആൻ ഇൻഡെലബിൾ മാർക്ക് ഓൺ മൈ സോൾ. ഐ നോ യു ആർ വാച്ചിങ് ഓവർ മീ വിത്ത് പ്രൈഡ്, മൈ ഡിയർ മദർ. പിന്നെ മമ്മി മിസ് ത്രേസ്യാമ്മ ജോസഫ്. Your unwavering faith and wisdom have shaped the person I am today. Your lessons and kindness are the foundation upon which I stand. To all my well-wishers, your encouragement and support have been the wind beneath my wings. Your faith in my journey has been a constant source of inspiration. May this book serve as a light to all those who seek the divine, and may the blessing of the archangels and the wisdom of the spiritual realm enrich your lives as profoundly as they have enriched mine. With all my love and divine gratitude, തെരേസ. മറ്റ് ചാനൽസിന് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കാറില്ല. കൊടുത്ത കേസസിലെ ഈ ഏഞ്ചൽസിനെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്കും അറിയില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇതൊരു കോമ്പറ്റീഷനായിട്ട് കാണുന്ന ആളുകളോ, അഹങ്കാരം, എനിക്കെല്ലാം അറിയാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ മോശമായിട്ടുള്ള ഒരു സംഭാഷണ രീതികൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു സ്പിരിച്വൽ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. നമുക്ക് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയുന്നു, ആളുകൾ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നു. പക്ഷേ എന്ന് കരുതി ഫിൽത്ത് ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ ചാനൽസിലൊന്നും കൊടുക്കാത്തത്, എൻ്റെ ചാനലിൽ കൊടുക്കുന്നതും. എനിക്ക് ഇതിങ്ങനെ ജസ്റ്റ് സ്റ്റാൻഡ് വെച്ച് റെക്കോർഡ് ചെയ്യാനേ അറിയത്തുള്ളൂ, അല്ലാതെ വലിയ BGM ഇടാനായിട്ടോ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിടാനായിട്ടോ അങ്ങനൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കാണുന്ന ആളുകളും ദയവേത് അതൊന്ന് മനസ്സിലാക്കുക. ആ വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള സംഭവം അതുപോലെ കാണിച്ചേക്കുന്നത്, അല്ലാതെ ഈ BGM ഒക്കെ ഇട്ടിങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചെയ്യുവാണെങ്കിൽ എനിക്കൊന്ന് കുറേ കൂടെ ആളുകളിലേക്കൊക്കെ എത്തും. പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല, അങ്ങനെയുള്ള ഒരു ടീമും ഇല്ല. അതുകൊണ്ട് ദയവേത് ഇത് കാണുന്ന ആളുകൾ അതൊന്ന് മനസ്സിലാക്കുക. മറ്റ് ചാനൽസിന് ഇൻ്റർവ്യൂ കൊടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ വരുന്ന ഈ ഫിൽത്ത്, അപ്പോൾ ഈ ഫിൽത്ത് കമൻറ്റ്സ്, കാര്യങ്ങൾ, മോശമായിട്ടുള്ള സംസാരങ്ങളൊക്കെയും നമ്മൾ സംസാരിക്കുന്ന ഡിവൈൻ വേൾഡിനെ പറ്റിയാണ്, മാലാഖമാരെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ പിതാവിനെ പറ്റിയായിരിക്കാം, വിവിധ ക്ലയൻസിൻ്റെ സോൾ സെഷനെ പറ്റിയൊക്കെ ആയിരിക്കാം. അപ്പോൾ അവിടെ ഈ മോശമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരിക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഡയറക്റ്റ്ലി ഹരാസിങ് ദ ഡിവൈൻ വേൾഡ്, അല്ലെ ഡിവൈൻ എൻറ്റിറ്റീസിൻ്റെ സോൾസിനെയൊക്കെ. അതുകൊണ്ടാണ് അത്തരത്തിലെ സാഹചര്യങ്ങളൊക്കെ ഞാൻ കഴിയുന്നത് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. തന്മൂലം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ആളുകൾ, സീരിയസ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പ്രീവിയസ് വീഡിയോസ് കാണുക. ബുക്സിന് വേണ്ടിയോ പേഴ്സണൽ കൺസൾട്ടേഷന് വേണ്ടിയോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് ടേക്ക് കെയർ. സ്റ്റേ ബ്ലെസ്ഡ് വിത്ത് ഓൾ ദ ലവ്. Psychic Medium, Teresa.